നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അത് കേന്ദ്ര സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ രാജ്യം എന്ന തലത്തിൽ നടത്തേണ്ട ഇടപെടലുകൾ ഫലം കാണാതെ പോയപ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുമ്പോൾ നേരത്തെ കേന്ദ്ര സർക്കാർ ആ നിലപാട് വ്യക്തമാക്കിയിരുന്നു, ഇനി മുന്നോട്ടൊന്നും ചെയ്യാനില്ല, കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന തരത്തിൽ. അപ്പോൾ ഇന്നത്തെ ഒരു നിലപാട് നിർണായകമാണ്. പ്രത്യേകിച്ചും കാന്തപുരം ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിൽ അതിനെ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് തള്ളിപ്പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ഇടപെടലിനെ കുറിച്ച് അറിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നിലപാട് നിർണായകമാണ് കേന്ദ്ര സർക്കാരിൻ്റെ. വിനീഷ, തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. സുപ്രീം കോടതിയുടെ 29ാമത് ഹർജിയായിക്കൊണ്ടാണ് ഇന്ന് ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 10:30 കൂടി അടിയന്തരമായിട്ട് ഈ കേസ് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഹർജിക്കാർ ഉന്നയിക്കുകയും അതേസമയം അതിൻ്റെ ഒരു ഭാഗമായി 10:30 കൂടി ഈ കേസ് പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ജസ്റ്റിസ് മാരായിട്ടുള്ള വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം എന്താണ് എന്നുള്ളത് രാജ്യമാകെ അറിഞ്ഞതാണ്. പ്രത്യേകിച്ചും ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന കൈയൊഴിയുന്ന സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വക്താക്കൾ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. പിന്നീട് നല്ലത് വരട്ടെ എന്നൊരു ഉപദേശം മാത്രമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും പിന്നീട് നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 10:30 കൂടി ഈ കേസ് പരിഗണിക്കുമ്പോൾ ചില നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അഭിഭാഷകർ ജസ്റ്റിസുമാരോട് ആവശ്യപ്പെടുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ദയാദനം നൽകുന്നതിനും അതോടൊപ്പം ഈ നിമിഷപ്രിയയുടെ ഈ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ ഒരു സമിതിയെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും ഇതിൽ 6 അംഗ സംഘമാണ് ഉണ്ടാകേണ്ടത്. അതിൽ 4 പേരെ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ്, സുപ്രീം കോടതി അഭിഭാഷകനാണ്. അതോടൊപ്പം കുഞ്ഞമ്മദ് കൂരച്ചുണ്ട് ഈ കൗൺസിലിൻ്റെ ട്രഷററാണ്. പിന്നീട് വരുന്ന 2 പേരെ ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ മർക്കസുമായി ബന്ധപ്പെട്ട 2 പേരെയാണ്. ഇത്തരത്തിൽ ഈ ആളുകളെയും അതോടൊപ്പം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന 2 ഉദ്യോഗസ്ഥരെ അടക്കം 6 പേരെ ഇത്തരത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ഈ ചർച്ചകൾ വേഗത്തിലാക്കണമെന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ ഇന്ന് ഈ ഹർജിക്കാർ ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വിവരമില്ല എന്നുള്ള കാര്യമാണ് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയത്. എന്തായാലും AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ തള്ളുന്ന സമീപനമായിരുന്നു അത്. ഈ നേരത്തെ തന്നെ ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉള്ള അവകാശവാദങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലെ വിശദാംശങ്ങളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഇന്ന് കോടതിയെ അറിയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെ തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനം കടന്നു പോകുന്നത്. കാര്യം ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടിവെച്ചെങ്കിൽ പോലും അത് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ അടക്കം കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഇത്തരത്തിൽ ദയാദനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ മോചനത്തിനായുള്ള മാപ്പപേക്ഷ നൽകുകയോ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള കാര്യമായിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഇന്ന് ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമാകുന്ന ദിവസം തന്നെയാണ് ഇന്ന്. നിമിഷം.